രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനക്കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ജാമ്യ ഹർജിയിൽ കോടതി നാളെ ഉത്തരവ് പറയും. ജാമ്യ ഹർജിയിൽ വാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഇപ്പോൾ വാദങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അധിക്ഷേപ കേസാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഈ അവഹേളനവുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ സംഭവിക്കാൻ പോകുന്നത്? നാളെ എപ്പോഴായിരിക്കാം ഉത്തരവ് പ്രതീക്ഷിക്കേണ്ടത്? അനന്തൻ. പ്രജിഷ്, അതിജീവിതയെ അധിക്ഷേപിച്ച സൈബർ മേഖലയിൽ അധിക്ഷേപിച്ച കേസിലാണ് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ഈ കേസിൽ നേരത്തെ രാഹുൽ ഈശ്വർ അറസ്റ്റിലാകുകയും റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ജാമ്യം കിട്ടി പുറത്തു വന്നത്. ഈ കേസിൽ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ്. അത് 2-3 തവണ മാറ്റിവെച്ചു. ഇന്നാണ് അതിൽ വാദം കേട്ടത്. ആ വാദം കേട്ട ശേഷം ഉത്തരവ് പറയാൻ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ രഞ്ജിത പുളിക്കൽ അവരാണ് ഇതിനകത്ത് ഒന്നാം പ്രതി. അവരുടെ മുൻകൂർ ജാമ്യം ഹർജിയിലും ഇന്ന് വാദം കേട്ടു. അതും നാളെ ഉത്തരവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവരുടെ പ്രധാന വാദം ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നോട്ടീസ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അത് സംബന്ധിച്ച് കോടതിയും ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നോട്ടീസ് ഇല്ലാതെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പ്രോസിക്യൂഷൻ അപ്പോൾ പറഞ്ഞത് അത് ചില ഘട്ടങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. ഏതായാലും മുൻകൂർ ജാമ്യം ലഭിക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ നാളെ ഉത്തരവ് പുറത്തു വരും. പ്രജീഷ്.